കൊണ്ടാടി പാടുവോ. ഉദരത്തിൽ നമ്മെ ക്ഷേമമോടെ കാത്ത നായകന് സ്തോത്രം ആദരവായി പാടുവോ. ഉദരത്തിൽ നമ്മെ ക്ഷേമമോടെ കാത്ത നായകന് സ്തോത്രം ആദരവായി പാടുവോ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. വല്ലഭൻ നമുക്ക് നല്ലവനായുണ്ട് എല്ലാ ദാനങ്ങളും. ഈ ആഴ്ച മൊത്തം ദൈവം നമ്മോട് സംസാരിക്കുമെന്നുള്ള വിശ്വാസത്തിൽ നാം ആയിരിക്കുന്നു. We are in a time of transition. ഞാനും നിങ്ങളും ഒരു വഴിത്തിരിവിന്റെ വക്കിലാണ്. Time when God is wanting to lift His church into a new dimension of fellowship with Him. കർത്താവുമായിട്ടുള്ള പുതിയ കൂട്ടായ്മയുടെ പുതിയ മണ്ഡലത്തിലേക്ക് നമ്മെ നയിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. A new dimension of walking under the government of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ഭരണത്തിന്റെ കീഴിൽ ഞാനും നിങ്ങളും നടക്കേണ്ട നാളുകളാണ്. A new dimension of faith. വിശ്വാസത്തിന്റെ ഒരു പുതിയ മണ്ഡലത്തിൽ. And He wants to minister to the needs of His people. തന്റെ ജനത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. Build in them a living testimony of His goodness. ദൈവത്തിന്റെ നന്മയുടെ ജീവിക്കുന്ന സാക്ഷ്യം പടുത്തുയർത്തുവാൻ കർത്താവ് He ആഗ്രഹിക്കുന്നു. wants to put that goodness on display in this nation and throughout the Middle East. ഈ രാജ്യത്ത് മാത്രമല്ല മധ്യപൂർവ്വ രാജ്യങ്ങളിലൊക്കെയും ദൈവം അത് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. In this part of the world, we will not be able to have the great open-air meetings that other countries have had. ഇതര രാജ്യങ്ങളിൽ നടക്കുന്നത് പോലെ വെളിയിൽ വെച്ച് വലിയ സുവിശേഷ യോഗങ്ങൾ നടത്തുവാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ലല്ലോ. But God is going to do extraordinary things through ordinary people. സാധാരണ വ്യക്തികളിൽ കൂടെ ദൈവം അനിതര സാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാൻ പോകുന്ന നാളുകളാണ്. സ്തോത്രം. Very much like the church in China. ചൈനയിലുള്ള സഭയിൽ എങ്ങനെയോ അതുപോലെ ദൈവം ചെയ്യാൻ പോവുകയാണ്. God is going to use ordinary people to transform a nation. ഒരു രാജ്യത്തെ രൂപാന്തരപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം സാധാരണ വ്യക്തികളിലെ കരങ്ങൾ എടുക്കാൻ പോകുന്ന നാളുകളാണ്. He will lead them by His Holy Spirit. നിങ്ങൾ അതിനെ തിരിച്ചറിയുന്നുണ്ടോ? Or does He just pass by your house? ഇന്ന് രാത്രി യേശു നിന്റെ അടുക്കൽ വന്നതിനെ കാണുവാൻ തുറന്ന കണ്ണുകളുള്ളവർക്കായി സ്തോത്രം. The worst thing that can ever happen is for Jesus to just pass by. യേശുക്രിസ്തു നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെ സന്ദർശിക്കാതെ കടന്നു പോകുന്നതാണ് അതിദയനീയമായ I കാര്യം. was doing a meeting in Douala, Cameroon. കാമറൂൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഒരു യോഗത്തിനായി പോയത് ഓർക്കുന്നു. There was this precious mother that had a 21-year-old boy. 21 വയസ്സ് പ്രായമുള്ള ഒരു മകനുള്ള ഒരു മാതാവിനെ കണ്ടു. He was born deaf mute. അവന് ഊമനായിരുന്നു, അതുപോലെ തന്നെ ചെകിടനുമായിരുന്നു. When she saw the advertising, she said, "This is the time for my son." ഞാൻ അവിടെ യോഗം നടത്തുന്നതിനെ കുറിച്ചുള്ള പരസ്യം കണ്ടപ്പോൾ അവൾ പറഞ്ഞു, എന്റെ മകന് സൗഖ്യം പ്രാപിക്കാനുള്ള സമയം വന്നിരിക്കുന്നു. Because of her love, she had never let go for her son. അവളുടെ മകൻ ഇതേ അവസ്ഥയിൽ മുന്നോട്ട് പോകുവാൻ അവൾ ഒരിക്കലും താല്പര്യപ്പെട്ടില്ല. For 21 years, 21 വർഷം അവളുടെ മകന് ഊമനാണ്, ചെകിടനാണ്. cared for him when he did not play with other boys. മറ്റുള്ള കുട്ടികളോടൊപ്പം 21 വയസ്സുള്ള ചെറുക്കൻ കളിച്ചിട്ടില്ല. She loved him and tried to make his life meaningful and happy. ആ മാതാവ് അവന്റെ ജീവിതത്തെ അർത്ഥവത്തും സന്തോഷകരവുമാക്കുവാൻ പലപ്പോഴും പരിശ്രമിച്ചിട്ടുണ്ട്. In this meeting she said, "Now is my time." ഞാൻ യോഗം നടത്തുന്ന സമയത്ത് ആ മാതാവ് എന്ന് പറഞ്ഞു, ഇപ്പൊ എന്റെ മകന്റെ സമയമാണിത്. In the very first night, God healed many deaf mutes. ആദ്യ രാത്രി തന്നെ കർത്താവ് പല ചെകിടരെയും ഊമരെയും സൗഖ്യമാക്കി അവരുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു. But that boy was not healed. ആദ്യ രാത്രി ഈ മകൻ സൗഖ്യമായില്ല. And the mother who had fasted and prayed for that meeting was not turned away. ഈ മകന്റെ സൗഖ്യത്തിനായി യോഗത്തിനായി ഉപവസിച്ച് പ്രാർത്ഥിച്ച ആ മാതാവ് വിശ്വാസം കൈവിട്ടില്ല. She stayed up all night. അന്ന് രാത്രി മൊത്തം ഈ മാതാവ് ഉണർന്നിരുന്നു She said, പ്രാർത്ഥിച്ചു. "Jesus, do not pass me by. യേശുക്രിസ്തുവേ, എന്നെ അനുഗ്രഹിക്കാതെ കടന്നു പോകരുതേ എന്ന്. Don't heal others and pass my son. എന്റെ മകനെ വിട്ട് കടന്നു പോകരുതേ എന്ന് അവൾ പ്രാർത്ഥിച്ചു. Do not pass me by." എന്നെ വിട്ട് കടന്നു പോകരുതേ എന്ന് അവൾ പ്രാർത്ഥിച്ചു. All night she cried out to God. രാത്രി മൊത്തം അവൾ കർത്താവിനോട് കരഞ്ഞു She was പ്രാർത്ഥിച്ചു. going to seize the moment. അവള് ആ പ്രത്യേക
പ്രത്യേക സന്ദർഭം വിശ്വാസത്താൽ പിടിച്ചെടുക്കാൻ And പരിശ്രമിക്കുക. the next night, Jesus healed that boy. പിറ്റേ ദിവസം രാത്രി യോഗത്തിന് കർത്താവ് അവളുടെ മകന് പൂർണ്ണ സൗഖ്യം നൽകി. On the platform, he said, Hallelujah. 21 വയസ്സുള്ള മകൻ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് ജീവിതത്തിൽ ആദ്യമായി വാതുറന്ന് പറഞ്ഞു, ഹല്ലേലൂയ. He said, Jesus. യേശൂസ് എന്നവൻ പറഞ്ഞു. When he did, she fell to her knees and lifted up her hands, അവളുടെ weeping മകൻ in worship ആദ്യമായി unto God. വായി തുറന്ന് യേശൂസ് എന്ന് പറഞ്ഞപ്പോൾ ഈ മാതാവ് മുഴങ്കാൽ മടക്കി യേശുവിനെ ആരാധിക്കാൻ ആരംഭിച്ചു. Like the one leper, she began to give him praise and glorify his 10 name. കുഷ്ഠരോഗികൾ ഒരുവൻ സൗഖ്യമായതുപോലെ അത്യുച്ചത്തിൽ അവൾ അവന് മഹത്വം കൊടുത്തു. Because the values in her heart recognized the invitation, and she said, do not pass me by. അവളുടെ ജീവിതത്തിൽ ആത്മീയ കാര്യത്തിന് വില കൊടുത്തപ്പോൾ യേശു അവളെ വിട്ട് കടന്നുപോയില്ല, അവളെ അനുഗ്രഹത്തോടെ സന്ദർശിച്ചു. This was a right response. ഇതായിരുന്നു ശരിയായ പ്രതികരണം. I got to get back to my faith message. ഞാൻ എൻ്റെ വിശ്വാസം എന്ന ദൂതിലേക്ക് മടങ്ങി വരട്ടെ. Because many times we don't understand how real faith works. യഥാർത്ഥ വിശ്വാസം എങ്ങനെ പ്രവൃത്തിപഥത്തിലാകുന്നു എന്ന് പലപ്പോഴും നാം മനസ്സിലാക്കാറില്ല. Last night we learned that faith is what brings into manifestation what was envisioned or what God spoke into our spirit. നമ്മുടെ ആത്മാവിൽ ദൈവം സംസാരിച്ചതോ നിങ്ങൾക്ക് ദൈവം നൽകിയ ദർശനമോ പ്രവൃത്തിപഥത്തിൽ ജീവിതത്തിൽ കൊണ്ടുവരുന്നതാണ് യഥാർത്ഥ വിശ്വാസം എന്ന് കഴിഞ്ഞ രാത്രി നാം കണ്ടു കഴിഞ്ഞു. We learned that the real faith comes by contact with Jesus. യഥാർത്ഥ വിശ്വാസം എന്നുള്ളത് യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് ഉത്ഭുതമാകുന്നത്. As he speaks a personal word into our spirit. നമ്മുടെ ആത്മാവിൽ കർത്താവ് തന്നെ വ്യക്തിപരമായ ഒരു വാക്ക് Now സംസാരിക്കുന്നു. God used Abraham as a pattern of faith. വിശ്വാസത്തിന്റെ ഒരു മാതൃകയായി ദൈവം അബ്രഹാമിനെ ഉപയോഗിച്ചു. Abraham secured the covenant by faith and obedience. അബ്രഹാം ആണെങ്കിൽ വിശ്വാസത്താലും അനുസരണത്താലുമാണ് ഉടമ്പടിയുടെ വാഗ്ദത്തങ്ങൾ You can't അവകാശമാക്കിയത്. have one without the other. ഉടമ്പടിയും അനുസരണവും ഒരുമിച്ച് പോകുന്നതാണ്, ഒന്നില്ലാതെ മറ്റൊന്ന് പ്രാപിപ്പാൻ സാധ്യമല്ല. One of the problems of the expatriate church in the Middle East മിഡിൽ ഈസ്റ്റിലുള്ള വിദേശീയ സഭകൾക്കുള്ള പ്രശ്നം ഇതാണ്. is living under restriction for evangelism. സുവിശേഷീകരണത്തിന്റെ വലിയ നിയന്ത്രണത്തിലാണ് നാം കഴിയുന്നത്. And so we have had a lot of prayer meetings without evangelism. സുവിശേഷീകരണമില്ലാതെ കാത്തിരിപ്പ് യോഗങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. We got Moses, Aaron, and Hur on the mountain, മോശയും അഹരോനും ഹൂരും പർവ്വതത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. but we don't have a Joshua in the field. എന്നാല് താഴ്വരയിൽ യുദ്ധം ചെയ്യാൻ യോശുവമാരില്ല എന്നുള്ളതാണ് ദുഃഖം. It's not enough to just pray on the mountain. പർവ്വതത്തിന്റെ മുകളിൽ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. The Chinese church in its restriction said, I will not obey man more than God. ചൈന സഭ അന്ധകാരത്തിൽ അല്ലെങ്കിൽ നിയന്ത്രണത്തിലാണെങ്കിലും മനുഷ്യരെക്കാൾ ദൈവത്തെക്കാൾ ഉപരിയായി മനുഷ്യരെ അനുസരിക്കത്തില്ലെന്നുള്ള തീരുമാനത്തിലാണ് സുവിശേഷീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. And with wisdom under the leading of the Holy Spirit, they began to take their nation for Jesus. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലും ജ്ഞാനത്തിലും ചൈനക്കാര് അവരുടെ രാജ്യത്തെ കർത്താവിന് വേണ്ടി നേടിക്കൊണ്ടിരിക്കുന്ന നാളുകളാണ്. So it takes faith and obedience, ഇന്ന് രാത്രി വിശ്വാസവും അനുസരണവും ദൈവപ്രവർത്തനത്തിൽ prayer and evangelism. സുവിശേഷീകരണവും പ്രാർത്ഥനയും ആവശ്യമാണ്. How many of you get on an airplane with one wing? ഒറ്റ ചിറകുള്ള ഒരു എയറോപ്ലെയിനിൽ നിങ്ങളിൽ എത്ര പേര് കയറിയിട്ടുണ്ട്? No, ആരും കയറിയിട്ടില്ല. because you know it won't fly. ഒറ്റ ചിറക് മാത്രമുള്ള പ്ലെയിൻ പറക്കത്തില്ല. It doesn't matter if that wing is faith or obedience, you want both wings. വിശ്വാസമാണോ അനുസരണമാണോ ഒറ്റ ചിറകിൽ പോകാൻ പറ്റത്തില്ല, രണ്ട് ചിറകുണ്ടെങ്കിലേ പറക്കാൻ പറ്റത്തുള്ളൂ. Hallelujah. ഹല്ലേലൂയ. Abraham believed God and he obeyed God. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അവൻ ദൈവത്തെ അനുസരിക്കുകയും ചെയ്തു. I'm going to read a text, Romans chapter 4. റോമാലേഖനം 4-ാം അധ്യായം beginning in verse 16. 16 മുതൽ ഉള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. I'll read it in case you don't understand Malayalam, and then Brother Philip will read it. Therefore it is of faith that it might be by grace to the end that the promise might be sure to all the seed, not to that only which is of the law, but that also which is of the faith of Abraham, who is the father of us all. അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്ര അവകാശികളാകുന്നത് വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല,
അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടതിന് തന്നെ. For I have made thee the father of many nations before him whom he believed, even God, who makes alive the dead and calls those things that are not as though they were. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. This passage says that Abraham was the father of us all. The father of faith. അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. This means he is a pattern of how faith operates in our life in a way that produces the results. എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിലും വിശ്വാസം പ്രവൃത്തിപഥത്തിലാകുന്നത്, വിശ്വാസം എങ്ങനെയാണ് ഫലത്തെ ഉളവാക്കുന്നത് എന്നുള്ളതിന്റെ മാതൃകയാണ്. God said he would be the father of many nations. അനേക ജാതികളുടെ പിതാവാക്കി വെച്ചു എന്നാണ് കർത്താവ് പറഞ്ഞത്. There's a covenant with after the flesh with Isaac. ഇസാക്കിനോടുള്ള ബന്ധത്തിലുള്ളതായ ഒരു ഉടമ്പടിയാണ്. A covenant after the flesh with Ishmael. ഇസ്മായേലിനെ കൂടാതെയുള്ള ഒരു ഉടമ്പടിയാണ്. And a covenant after the spirit with the stars in the heavens. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ദൈവം അവന്റെ സന്തതിയാക്കുമെന്നുള്ള ഒരു ഉടമ്പടിയാണ്. That's why he so said your seed will be as the dust of the earth, the sand of the sea, and the stars of the heaven. ഭൂമിയിലെ മണൽത്തരികൾ എങ്ങനെയോ അതുപോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ എങ്ങനെയോ അതുപോലെയും നിന്റെ സന്തതിയെ അസംഖ്യമാക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. Now God comes to Abraham and says, let's go for a walk. അബ്രഹാമിന്റെ അടുക്കൽ കർത്താവ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് നടക്കാൻ പോകാം. He says, like the sands of the sea, so shall your seed be. എപ്രകാരമാണ് മണൽത്തരികൾ ഇവിടെ കിടക്കുന്നത് അതുപോലെ നിന്റെ സന്തതിയെ It will be വർദ്ധിപ്പിക്കും. like the dust of the earth and the stars of the heaven. ഈ ഭൂമിയിലെ മണൽത്തരികൾ പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും നിന്റെ സന്തതി അസംഖ്യമാകും. You are going to be the father of many nations. അനേക ജാതികളുടെ പിതാവായി നീ തീരാൻ പോകുകയാണ്. He speaks a creative word into Abraham's spirit. അബ്രഹാമിന്റെ ആത്മാവിലേക്ക് സൃഷ്ടിയുടേതായിട്ടുള്ള ഒരു വാക്കാണ് കർത്താവ് That സംസാരിക്കുന്നത്. word when he said, let there be light, and there was light. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ വെളിച്ചമുണ്ടായെങ്കിൽ അതേ കർത്താവാണ് വിശ്വാസത്തിന്റെ വാക്ക് ഇന്ന് രാത്രി സംസാരിക്കുന്നത്. That word that said, Lazarus come forth, and he came forth. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ലാസർ ജീവനുള്ളവനായി പുറത്തു വന്ന വചനമാണ്. It's the word of healing, of transformation, and of deliverance. നമ്മുടെ ജീവിതത്തിൽ സൗഖ്യത്തിന്റെയും രൂപാന്തരത്തിന്റെയും വിടുതലിന്റെയും വചനം ഇന്ന് രാത്രി അനുഗ്രഹമായി തീരട്ടെ. It is the word of power. ഇന്ന് രാത്രി അത് ശക്തിയുടെ വചനമാണ്. And like we learned last night when the angel spoke the word to Mary. മറിയയോട് ദൂതൻ വാക്ക് സംസാരിച്ചപ്പോൾ അത് ശക്തിയുടെ വചനമായി തീർന്നു. She said, how will this word live in me? How will it come to pass? ഈ വാക്ക് നിവർത്തിയാകുമെന്നുള്ളതിനെ കുറിച്ച് മറിയ ചിന്തിച്ചു. And the angel said, the Spirit of the Most High shall come upon you, and the Spirit of the Lord will overshadow you. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമെന്ന് ദൂതൻ അരുളി ചെയ്തു. He will sit on you. നിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇരിക്കും, And we ആവസിക്കും. need the Spirit of God to sit upon us. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വരുന്ന രാത്രിയായി തീരട്ടെ. To brood over our life. നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത് പോലെ ആത്മാവ് പൊരുന്നിരിക്കുന്ന രാത്രിയായി തീരട്ടെ. That this word would live in us. ഇന്ന് രാത്രി ആ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കട്ടെ. Verse 18. 18ാം വാക്യം, Who against hope believed in hope, വിശ്വാസത്തിന് ആശയ്ക്ക് വിപരീതമായി ആശയോടെ that he വിശ്വസിച്ചു might become the father of many nations. അവൻ അനേക ജാതികളുടെ പിതാവാകുമെന്നുള്ളത് അങ്ങനെ വിശ്വസിച്ചു. According to what was spoken, ദൈവത്തിന്റെ വചനം അരുളി ചെയ്തതുപോലെ അവൻ so വിശ്വസിച്ചു. shall thy seed be. അങ്ങനെയായിരിക്കും നിന്റെ സന്തതിയും. He is the God that calls those things that are not as though they were. ഒന്നുമില്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന സർവശക്തനാണ് നമ്മുടെ ദൈവം. He speaks a word and that thing does not exist. ദൈവം ഒരു വാക്ക് സംസാരിച്ചാൽ ഇല്ലാത്തത് സൃഷ്ടിപരമായി ഉണ്ടാകുന്നതാണ്. But when God speaks the word, it releases creative power to make that word live in us. ഇന്ന് രാത്രി ദൈവം വാക്ക് സംസാരിച്ചു കഴിയുമ്പോൾ ഇല്ലാത്തതിനെ സൃഷ്ടിച്ചുണ്ടാക്കുന്ന ദൈവശക്തിയാണ് വ്യാപരിക്കുന്നത്. Now let's notice how God is working with Abraham. എപ്രകാരമാണ് ദൈവം അബ്രഹാമിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചതെന്ന് He ശ്രദ്ധിക്കുക. had spoken this word to Abraham, അബ്രഹാമിനോട് ദൈവം ഈ വാക്ക് സംസാരിച്ചു. and it says he hoped against hope. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കാം. What does that mean? Hope എന്താ- against hope.
ആശയ്ക്ക് വിപരീതമായി ആശയോടെ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? Let's think for a moment. ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക. Abraham was very old. അബ്രഹാം വയസ്സനായി. Sarah was very old. സാറായും വൃദ്ധയായി. They had no children for many years. ദീർഘവർഷങ്ങളായി അവർക്ക് മക്കളില്ല. At first they thought, well, we can try this and we can try that. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഇത് പരിശോധിക്കാം, അത് ട്രൈ ചെയ്യാമെന്നൊക്കെ ചിന്തിച്ചു. They tried all these things and still no children. പല പരിപാടികൾ നോക്കി, എങ്കിലും പിള്ളേരുണ്ടായില്ല. People began to whisper about them. ആളുകളൊക്കെ പരസ്പരം ചെവിയിൽ ഇവരെ കുറിച്ച് മന്ത്രിക്കാൻ തുടങ്ങി. There must be something wrong with them because God didn't give them children. ഇവരുടെ ജീവിതത്തിൽ എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാ വൃദ്ധരായെങ്കിലും പിള്ളേരുണ്ടാകാത്തത്. They live with the stigma. അവരുടെ ജീവിതത്തിൽ നിന്ദയുടെ ദുഃഖമേറ്റാണ് അബ്രഹാമും സാറായും They കഴിഞ്ഞത്. are disappointed. അവരുടെ ജീവിതത്തിൽ നിരാശിതരാണ്. They are frustrated. അവരുടെ ജീവിതത്തിൽ വളരെ മനോദുഃഖത്തിലാണ്. A big part of their life is empty and unfulfilled. അവരുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ശൂന്യമാണ്, വാഗ്ദത്ത നിവർത്തി വന്നിട്ടില്ല. But after many years they said, we'll just live with it and serve God anyway. ദീർഘവർഷങ്ങൾക്ക് ശേഷം അവർ തന്നെ പറഞ്ഞു, ഇതേ രീതിയിൽ ഇങ്ങനെ കഴിയാൻ, എന്തായിരുന്നാലും ദൈവത്തെ സേവിക്കാം. And now God comes along and says, you're going to be the father of many nations. വീണ്ടും ദൈവം പ്രത്യക്ഷനായി പറയുന്നു, നീ അനേക ജാതികളുടെ പിതാവായി തീരാൻ പോകുകയാണ്. And Abraham says, well, I would hope it would be so, but I kind of gave up on that, God. അബ്രഹാമിനെ പറഞ്ഞേക്കാം, പിന്നെ ഇങ്ങനൊക്കെ നടന്നേക്കാം, എന്തായിരുന്നാലും ചിന്തിക്കാം. And underneath all of this, there's a lot of unresolved pain. അവരുടെ ജീവിതത്തിൽ ദൈവശബ്ദം കേൾക്കുമ്പോഴും പുറത്തുവിടാൻ കഴിയാത്ത മനോദുഃഖത്തിലാണ് അവർ കഴിയുന്നത്. We wondered why you didn't love us enough to answer our prayer. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നില്ലേ എന്നുള്ള ദുഃഖത്തിലാണ് പലപ്പോഴും അവർ കഴിഞ്ഞത്. We had the rejection and stigma of our society. നമ്മുടെ സമൂഹം നമ്മെ തിരസ്കരിക്കുന്നുണ്ട്. അവരുടെ നിന്ന ഏറ്റുകൊണ്ടാണോ ഇന്ന് രാത്രി നിങ്ങൾ കഴിയുന്നത്? It's been a point of pain between me and Sarah in our marriage. ഞങ്ങളുടെ വിവാഹബന്ധം സാറയും ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ പലപ്പോഴും വേദനയുടെ അവസ്ഥകളാണോ? We settled all that in our heart. ഞങ്ങളുടെ ഹൃദയത്തിൽ ഇതെല്ലാം അടക്കി വച്ചിരിക്കുകയാണ്. But if you open that door, don't tease me with a promise. കർത്താവേ, നീ ഒരു വഴി തുറന്നാൽ പക്ഷെ വാക്ക് പറഞ്ഞെന്നെ കളിയാക്കരുത് എന്ന് ചിലപ്പോൾ അബ്രഹാമിൻ ചിന്തിച്ചേക്കാം. If you open that door, don't tease me with that promise. കർത്താവേ, നീ ഒരു വഴി തുറക്കുന്നെങ്കിൽ നല്ലതാണ്, പക്ഷെ വാക്ക് പറഞ്ഞു വാഗ്ദത്തം പറഞ്ഞെന്നെ പരിഹസിക്കരുത്. It's so late in our life. ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതത്തിന്റെ കാലം കഴിഞ്ഞുപോയി. Why now? എന്തുകൊണ്ടാണ് ഇപ്പോൾ ദൈവം പ്രവർത്തിക്കാൻ And തുടങ്ങുന്നത്? it was into all that turmoil, ഇങ്ങനെയൊക്കെയുള്ള സംഘർഷത്തിലാണ് into that അവരായിരിക്കുന്നത്. place of emptiness and failure and unbelief, അവരുടെ ജീവിതത്തിൽ അവിശ്വാസമുണ്ട്, പരാജയമുണ്ട്, ശൂന്യതയുണ്ട്. that God spoke that creative word. എന്നാൽ സൃഷ്ടിപരമായ വാക്ക് ദൈവം അവരോട് അരുളി ചെയ്തു. And God in this time of invitation is going to speak a word into your spirit. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സന്ദർശനത്തിന്റെ സമയം, വിശ്വാസത്തിന്റെ വാക്ക് He's ഇന്ന് രാത്രി സൃഷ്ടിപരമായി പരിണമിക്കട്ടെ. He will speak to that place of lost purpose. നിങ്ങളുടെ ജീവിതത്തിലെ ഉദ്ദേശങ്ങളൊക്കെ നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോഴാണ് Into സംസാരിക്കുന്നത്. the place of delay and disappointment. കാലതാമസത്തിന്റെയും നിരാശയുടെയും സന്ദർഭത്തിൽ ഇന്ന് രാത്രി ദൈവം സംസാരിക്കാൻ പോകുകയാണ്. Into that place of emptiness and barrenness in your life. ശൂന്യതയുടെയും നഷ്ടബോധത്തിന്റെയും അവസ്ഥയിൽ ദൈവം വാക്ക് സംസാരിക്കും. There he speaks a word. ദൈവം വിശ്വാസത്തിന്റെ വാക്ക് സംസാരിച്ചു. Hallelujah. ഹല്ലേലൂയ. And when that word comes, it creates this conflict. ദൈവത്തിന്റെ വാക്ക് വിശ്വാസമായി ഉള്ളത്തിൽ വരുമ്പോൾ ചിലപ്പോൾ ചിന്താക്കുഴപ്പങ്ങൾ Well, വരാം. God, I've kind of been getting on with my life. This is going to change things. കർത്താവേ, എന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുമോ? ഇത്രയും നാളായി വന്നില്ലല്ലോ എന്ന് But ചിന്തിച്ചേക്കാം. he hoped against hope. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. Verse 19 19-ാം വാക്യം says, when he was not weak in faith. അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. This is a progression now. അവന്റെ ജീവിതത്തിൽ അടുത്ത പുരോഗമനത്തിന്റെ പടിയാണ്. He is not weak in faith. അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. And now he does not consider his body now dead, about 100 years old. 100 വയസ്സുള്ളവൻ അവന്റെ ശരീരം നിർജീവമാണെന്ന് ചിന്തിച്ചില്ല. Nor the deadness of Sarah's womb. സാറയുടെ
ഗർഭപാത്രത്തിന്റെ ബലഹീനതയും അവൻ കണക്കാക്കിയില്ല. Here is where people throw their faith out. They lose their faith. ഇങ്ങനെയുള്ള വേളയിലാണ് പലപ്പോഴും ആളുകൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത്. When God speaks that word into your spirit, നിന്റെ ആത്മാവിൽ ദൈവം വിശ്വാസത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ it's in contradiction to the circumstances you see in the natural. സ്വാഭാവിക മണ്ഡലത്തിൽ നീ കാണുന്ന പരിതസ്ഥിതികൾക്ക് പ്രതികൂലമായിരുന്നേക്കാം വിശ്വാസത്തിന്റെ വാക്ക്. And those contradictions cause you to say, well, I guess it hasn't happened. ഇതുവരെ ഇത് നടന്നില്ല എന്നുള്ളത് ജീവിതത്തിലെ ഇപ്പോഴത്തെ പ്രതികൂല നിമിത്തം നീ ചിന്തിച്ചേക്കാം. People that need a healing and are in pain. സൗഖ്യം ആവശ്യമുള്ളവർ ഇപ്പോഴും വേദനയിൽ കഴിയുകയാണ്. God speaks the word, but the pain is still there. നിന്റെ ശരീരത്തിൽ വേദനയുള്ള സമയത്താണ് സൗഖ്യത്തിന്റെ വചനം ദൈവം സംസാരിക്കാൻ പോകുന്നത്. And then they say, I guess I'm not healed, and they let go the battle. ഞാൻ ഇതുവരെ സൗഖ്യമായില്ല, ഇനിയും സുഖമാകുമോ എന്നുള്ള ഭീതിയാണ് മനസ്സിൽ വരുന്നത്. But Abraham, not weak in faith, അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. turned his eyes off the contradiction of the natural world. സ്വാഭാവിക മണ്ഡലത്തിലെ വൈപരീത്യത്തിൽ നിന്ന് ഇന്ന് രാത്രി നിന്റെ ദൃഷ്ടി He മാറ്റുക. put his faith in God and in his word more than what the natural world said. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുക, അവന്റെ വചനത്തിൽ നീ വിശ്വാസം അർപ്പിക്കുക. Hallelujah. ഹല്ലേലൂയ. And he began to lift his eyes off his symptoms അവന്റെ കണ്ണുകൾ കർത്താവിങ്കിലേക്ക് ഉയർത്തുകയാണ് പ്രതികൂലത്തിൽ നിന്ന് and to വ്യത്യസ്തമായി. stand on the word that God had given him. ദൈവം അവന് നൽകിയ വാഗ്ദത്തത്തിന്റെ മേൽ അവൻ ഉറച്ചു നിൽക്കുകയാണ്. In verse 20, 20-ാം വാക്യം, he staggered not at the promise of God through unbelief, അവിശ്വാസത്താൽ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവൻ സംശയിച്ചില്ല. but was strong in faith, giving glory to God. ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് വിശ്വാസത്തിൽ അവൻ ശക്തിപ്പെട്ടു. He went from hope against hope to not weak in faith. ആശയ്ക്ക് വിപരീതമായി ആശയോടെ വിശ്വസിച്ചു, അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. Now he is strong in faith. അവൻ ഇപ്പോൾ വിശ്വാസത്തിൽ And ശക്തനാണ്. he is no longer staggering at the impossibility. അസാധ്യതകളെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയുന്നവനായിട്ടല്ല അവൻ നിലകൊള്ളുന്നത്. When God first speaks that word, we say, I can't reach it. It's out of reach. It's beyond me. ദൈവം നിന്നോട് ആദ്യം വാക്ക് സംസാരിക്കുമ്പോൾ എനിക്കതിനെ എത്തിപ്പിടിക്കാൻ സാധ്യമല്ല, എന്റെ ചിന്തയ്ക്ക് അതീതമെന്ന് നിങ്ങൾ But ചിന്തിച്ചേക്കാം. as that word brings the faith to a greater maturity, pretty soon we say, I see it, it's almost within grasp. ദൈവം പറഞ്ഞ വാക്ക് നാളുകൾ മാറിയാലും നിന്റെ ജീവിതത്തിൽ ദൈവം നിവർത്തിച്ചെടുക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചോട്ടെ. And then they lift the eyes to Jesus. അവരുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ വാക്ക് നൽകിയ യേശുവിങ്കിലേക്കാണ് He കണ്ണുകൾ is not ഉയർത്തുന്നത്. only the author of faith, വിശ്വാസത്തിന്റെ നായകൻ മാത്രമല്ല, but he is the finisher of faith. നിന്റെ വിശ്വാസത്തെ പൂർത്തീകരിപ്പാൻ കർത്താവ് ശക്തനാണ്. Oh, Jesus, bring it home. ഇന്ന് രാത്രികാലം കർത്താവ് വിശ്വാസത്തെ പൂർത്തീകരിക്കട്ടെ. Bring it from promise to fulfillment. വാഗ്ദത്തത്തിൽ നിന്ന് ഇന്ന് രാത്രി വാഗ്ദത്തത്തിന്റെ നിവർത്തിയിലേക്ക് നാം നടന്നു നീങ്ങുകയാണ്. Bring it from vision to possession. ഇന്ന് രാത്രികാലം ദർശനത്തിൽ നിന്ന് അവകാശത്തിങ്കിലേക്ക് നയിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. And as we look unto Jesus, he strengthens us. ഇന്ന് രാത്രി യേശുവിങ്കിലേക്ക് നോക്കുമ്പോൾ അവൻ നിന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ്. Just like Peter walking on the water. പത്രോസ് വെള്ളത്തിൽ കൂടെ നീങ്ങിയതുപോലെ ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ കാൽച്ചുവടുകൾ വെക്കട്ടെ. A wave comes and he gets afraid. ഇന്ന് രാത്രി തിരമാലകൾ നിന്നെ മുക്കുവാൻ അടിച്ചേക്കാം, പക്ഷെ നീ താണുപോകയില്ല. But he looked at Jesus, the finisher of faith, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ who യേശുവിലേക്ക് lifted him up by the hand. താണുപോയ പത്രോസിനെ പിടിച്ച കരം ഇന്ന് രാത്രി നിന്റെ കരത്തെ And together they walked on top of the circumstance. പരിതസ്ഥിതികൾക്ക് മുകളിൽ കൂടെ വിശ്വാസത്താൽ നടന്നു നീങ്ങുവാൻ അവൻ നമ്മുടെ കാലുകളെ ബലപ്പെടുത്തട്ടെ. They walked on top of that which was defeating them. ഇന്ന് രാത്രി എന്റെ ചിന്തകളല്ല, വിശ്വാസത്താൽ ഞാൻ കർത്താവിനോട് ചേർന്ന് നടക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. Are you getting this? Are you getting this? ഞാൻ പറയുന്നതൊക്കെ കിട്ടുന്നുണ്ടോ, മനസ്സിൽ ഇറങ്ങുന്നുണ്ടോ? Now Abraham not staggering anymore അബ്രഹാം വിശ്വാസത്തിൽ ചഞ്ചലിച്ചില്ല. means the inner conflict is over.
അവന്റെ ആന്തരികമായ ആ സംഘർഷങ്ങളൊക്കെ മാറി. Now there's absolute peace inside. അവന്റെ ഉള്ളിൽ സമ്പൂർണമായ വിശ്വാസമുണ്ട്, സമാധാനമുണ്ട്. Verse 21 says he is fully persuaded that what God promised he was able to perform. വാഗ്ദത്തം ചെയ്തവൻ അത് പൂർണ്ണമായി നിവർത്തിപ്പാൻ ശക്തനെന്ന് ധൈര്യത്തോടെ വിശ്വസിച്ചു. Hallelujah. ഹല്ലേലൂയ. There was no doubt. അവന്റെ ജീവിതത്തിൽ സംശയം അശേഷമില്ല. There was full assurance of faith. പൂർണ്ണമായ ഉറപ്പ് ദൈവം അവന്റെ ഉള്ളത്തിൽ നൽകി. Hallelujah. ഹല്ലേലൂയ. Right after Soviet communism fell, സോവിയറ്റ് കമ്മ്യൂണിസത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം we went into Siberia and started a church that would be a mother church, planting churches all over the region. ഞങ്ങൾ സൈബീരിയയിലേക്ക് ചെന്നു. ആ ഏരിയയിൽ ആ പ്രദേശത്ത് ഉള്ള സഭകൾക്ക് ജന്മം നൽകുന്ന മാതൃസഭയായിട്ട് അതിനെ സ്ഥാപിച്ചു. God moved in signs and wonders. ദൈവം സൈബീരിയയിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സന്ദർശിക്കാൻ തുടങ്ങി. Every service for the first year and a half we had great miracles take place. ഓരോ സമയത്ത് 1.5 വർഷത്തെ യോഗങ്ങളിൽ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഒരു പരമ്പരയാണ്. And one day there was this young lady in the church named Olga. സൈബീരിയയിൽ ഓഗ എന്ന് പറഞ്ഞ ഒരു സഹോദരി ഒരു യോഗത്തിന് വന്നു. She was going to get married. അവള് വിവാഹിതയാകാൻ പോകുകയാണ്. And so she went to the doctor for the doctor's examinations. ഡോക്ടറുടെ അടുക്കൽ പരിശോധനയ്ക്കായി അവൾ പോയി. And they said, you have cancer. അവളോട് പറഞ്ഞു, നിനക്ക് ക്യാൻസർ രോഗമുണ്ട്. In your uterus. യൂട്രസിൽ ക്യാൻസർ ഉണ്ട്. You have these several other problems. വേറെ ചില പ്രശ്നങ്ങൾ നിന്റെ ശരീരത്തിലുണ്ട്. You have to do surgery and you won't ever have children. നീ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകണം, നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയില്ല. And she did not tell her fiance. അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനോട് ഇവക്ക് ക്യാൻസർ ആണെന്നൊന്നും പറഞ്ഞില്ല. പറഞ്ഞ കല്യാണം നടക്കില്ല. Dr. Houts was coming again next week. അടുത്ത ആഴ്ചയും അവള് she went to the doctor. She said Dr. Houts was coming next week. അടുത്ത ആഴ്ചയാണ് പാസ്റ്റർ ഹോസ്മ യോഗത്തിനായി വരുന്നത് നമുക്ക് മനസ്സിലായി. Every time he comes he prays for us. എല്ലാ പ്രാവശ്യവും പാസ്റ്റർ റോജർ ഹോസ്മ വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. And I know when the power of God touches me I will be healed. ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി വന്നാൽ ഞാൻ സൗഖ്യമാകുമെന്ന് ക്യാൻസർ ഉള്ള ഈ സഹോദരി വിശ്വസിച്ചു. She had a faith image. അവളുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ ഒരു രൂപമാണുള്ളത്. In her mind she had an image of being healed when I prayed for her. അവളുടെ മനസ്സിന്റെ കാഴ്ചയിൽ ക്യാൻസർ രോഗത്തിൽ നിന്ന് സൗഖ്യമാകുന്ന ദർശനമാണ് പ്രാപിച്ചത്. Just like the woman with the issue of blood. രക്തസ്രവമുള്ള സ്ത്രീ അങ്ങനെ വിശ്വസിച്ചു, അതുപോലെ ഇവളും If വിശ്വസിച്ചു. I can just touch his garment I'll be healed. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ആ സ്ത്രീ It was വിശ്വസിച്ചു. a faith image. ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ ഒരു പ്രതിമ രൂപം Faith മനസ്സിലാകട്ടെ. comes by hearing and hearing by a word from God. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും ഇന്ന് കാതുകളിലേക്ക് മുഴങ്ങട്ടെ. God puts that word in your spirit. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം നിന്റെ ആത്മാവിലേക്ക് നൽകട്ടെ. So when I came to the church, ഞാൻ ആരാധനയ്ക്കായി വന്നപ്പോൾ I did not know these things. ഈ സഹോദരിയുടെ പ്രശ്നങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. But I began to pray. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. And she was in the choir. ഈ സഹോദരി ഗായക സംഘത്തിലുണ്ട്. And I went to pray for the choir. ഗായക സംഘത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ The ഞാൻ power of God hit them and they all went down. ദൈവത്തിന്റെ ശക്തി വന്നപ്പോൾ ഗായക സംഘത്തിലുള്ളവരെല്ലാം നിലംപതിച്ചു. And when Olga got up, എല്ലാവരും താഴെ നിന്ന് ചാടി എഴുന്നേറ്റു. she was completely healed. അവൾക്ക് കർത്താവ് പൂർണ്ണ സൗഖ്യം നൽകി. Hallelujah. ഹല്ലേലൂയ. Today she has 3 lovely children. ഇന്ന് ക്യാൻസർ ഉണ്ടായിരുന്ന സഹോദരിക്ക് 3 നല്ല ഓമന കുട്ടികളുണ്ട്. Hallelujah. ഹല്ലേലൂയ. This is how faith works. ഇപ്രകാരമാ വിശ്വാസം ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ വരുന്നത്. But we have to come to full assurance of faith. ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയത്തിലേക്ക് നാം വരണം. That means that we doubt not. All the doubt is gone. ഇന്ന് രാത്രി സംശയങ്ങളൊക്കെ പൂർണ്ണമായി മാറട്ടെ. Jesus said, if you say to this mountain be removed and cast yonder sea and doubt not. സംശയിക്കാതെ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോടെ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അത് ചാടിപ്പോകുമെന്ന് പറഞ്ഞ വചനം ജീവിതത്തിൽ നിവർത്തിയാകുന്ന And രാത്രിയാണ്. doubt not. നീ സംശയിക്കരുത്. Do not doubt. സംശയിക്കരുത്.
then you shall have whatsoever you saith. നീ പ്രാർത്ഥിക്കുന്നത് വിശ്വാസത്താൽ നിനക്ക് ലഭിക്കും. Not something that you make up, because that kind of faith comes when God speaks to you. നിന്റെ മനസ്സിൽ ഉളവാക്കുന്ന ഒന്നല്ല, ദൈവം സംസാരിക്കുന്നതാണ് ലഭിക്കാൻ പോകുന്നത്. So when Abraham began to give glory to God, ദൈവത്തിന് അവൻ മഹത്വം കൊടുക്കാൻ ആരംഭിച്ചു. he began to speak the word that the Lord had spoken to him. കർത്താവ് തന്നോട് സംസാരിച്ച വാക്കുകൾ വിശ്വാസത്താൽ അവൻ ഉരുവിടുവാൻ ആരംഭിച്ചു. He spoke it in full assurance of faith. വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയത്തിൽ അവൻ ആ വാക്ക് ഉറക്കെ പറയാൻ ആരംഭിച്ചു. Oh, I shall be the father of many nations. ഞാൻ ബഹുജാതികൾക്ക് പിതാവായി തീരുമെന്നുള്ളത് അവൻ പറയാൻ ആരംഭിച്ചു. God is going to give me a son. ദൈവം എനിക്കൊരു പുത്രനെ നൽകാൻ He's പോകുകയാണ്. going to come through Sarah. അത് സാറായിൽ നിന്നാണ് ഉളവാകാൻ പോകുന്നത്. In her old age and my old age. In our old age. ഞങ്ങളുടെ വാർദ്ധക്യകാലത്താണ് ദൈവം അവനെ നൽകുന്നത്. As he spoke that word, അവൻ വിശ്വാസത്തിന്റെ ആ വചനം ഉരുവിട്ടപ്പോൾ it releases the creative power of God to make that word come to pass. സൃഷ്ടിപരമായ ദൈവത്തിന്റെ ശക്തി ശരീരത്തിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. Go back and read what happened. എന്താ സംഭവിച്ചെന്നുള്ളത് നിങ്ങൾ ഒന്ന് പോയി വായിച്ചു നോക്കുക. One day God tells Abraham, the child that's going to be born of Sarah will be the one that's going to be സാറയിൽ there. നിന്ന് ജനിക്കുന്ന മകനായിരിക്കും വാഗ്ദത്ത സന്തതി എന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. And when God was talking to him, the power of God hit him and Abraham fell ദൈവം to the ground. അബ്രഹാമിനോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവശക്തി ശരീരത്തിലേക്ക് വ്യാപരിച്ചാണ് അവൻ കവിണ് വീണത്. And when he fell to the ground, he began to laugh. അവൻ കവിണ് വീണപ്പോ സായിപ്പ് ഇതുപോലെ ചിരിക്കുന്നത് പോലെ എനിക്കിതുപോലെ ചിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. He began to laugh അവൻ ഇതുപോലെ ചിരിക്കാൻ തുടങ്ങി. because of the joy of the Lord that came with that word. ദൈവത്തിന്റെ വചനത്തോടൊപ്പം ദൈവത്തിന്റെ സന്തോഷവും നിന്റെ ഉള്ളത്തിലേക്ക് ഇന്ന് രാത്രി പ്രവേശിക്കട്ടെ. And Sarah was saying, I wonder what God's saying to Abraham. സാറ ചിന്തിക്കാൻ തുടങ്ങി, ഞങ്ങളുടെ അച്ചായനോട് ദൈവം എന്താ And she സംസാരിക്കുന്നത്. began to laugh. അവള് ഇതുപോലെ ചിരിക്കാൻ തുടങ്ങിയത്. And God said, Sarah, you were laughing. സാറാമ്മയോട് പറഞ്ഞു, സാറായെ നീ ചിരിക്കുക. Oh, no, I wasn't eavesdropping. I don't know anything. I didn't ഞാനൊന്നും laugh. ചിരിക്കുന്നവളല്ല, ഞാൻ ചിരിച്ചില്ല. Oh, yes, you did. നീ ചിരിച്ചു. And he told her that she was going to have this child. അവൾക്ക് ഒരു മകൻ ഉണ്ടാകുമെന്ന് സാറാമ്മയോട് പറഞ്ഞത്. Now, friends, this was not a minor experience to them. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ശക്തമായ അനുഭവമല്ല. It was so strong that when Isaac was born, he was named Isaac, which means laughter. ഇസഹാക്ക് ജനിച്ച സമയത്ത് അവന്റെ പേര് ഇതിന്റെ അർത്ഥം തന്നെ ചിരിയെന്ന, അവന് ചിരിയെന്ന പേര് കൊടുത്തത്. For God has made me laugh, she says. സാറാ പറഞ്ഞു, ദൈവമാണ് എന്നെ ചിരിപ്പിച്ചത്, അതുകൊണ്ട് ചെറുക്കന്റെ പേരും ചിരി എന്നാണ്. Hallelujah! ഹല്ലേലൂയ. Now God wants to bring you to a place where you are hearing him speak about the situations in your life and the lives of people around you. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന്റെ പ്രശ്നത്തോട് മാത്രമല്ല, നിന്റെ അടുക്കലിരിക്കുന്ന ആളുകളുടെ പ്രശ്നത്തിന് പരിഹാരമായി ദൈവത്തിന്റെ വാക്ക് കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ. And as you pray over that word, move from hope against hope, not weak in faith, strong in faith, to full assurance of faith. ഇന്ന് രാത്രി സഹോദരനാ സഹോദരി നിന്നോട് സംസാരിച്ച വാക്ക് ജീവിതത്തിൽ ശക്തമായി വരട്ടെ. വിശ്വാസത്തിൽ ചഞ്ചലിക്കരുത്. എന്നോട് ദൈവം വാക്ക് പറഞ്ഞത് പൂർണ്ണമായി നിവർത്തിപ്പാൻ ശക്തനെന്ന് വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന രാത്രിയായി തീരട്ടെ. And then we need to speak the creative word and see the power of God released. ഇന്ന് രാത്രി ദൈവം നിന്നോട് സംസാരിച്ച സൃഷ്ടിയുടെ വാക്ക് നിന്റെ വായിൽ കൂടെ ശക്തമായി ഉരുവിടുക. ദൈവം നിനക്കായി ഇത് പ്രവർത്തിക്കാൻ പോകുകയാണ്. I want to go just one step further tonight. അടുത്ത ഒരു പടിയുടെ മുൻപോട്ട് കയറട്ടെ. Our prayer sometimes is like our praise and worship. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന നമ്മുടെ പ്രൈസ് ആൻഡ് വർഷിപ്പ് പോലെ. So many times it's outer court. പലപ്പോഴും നമ്മൾ പ്രാകാരത്തിൽ വന്ന് നിൽക്കത്തേ ഉള്ളൂ. When the king comes out and waves at the people, രാജാവ് വന്ന ആളുകളെ അഭിവാദനം ചെയ്യുമ്പോൾ the people in the court shout to the king, "Long live the king!" പ്രാകാരത്തിൽ വരുമ്പോൾ രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ എന്ന് ഉറക്കെ പറയാറുണ്ട്.
But if they are ushered from the court into the throne room, രാജാവിന്റെ വരാന്തയിൽ നിന്ന് സിംഹാസനമുറിയിലേക്ക് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നാലോ, then they bow their knee and their head and they express adoration to the throne. കൈ വീശിയല്ല, രാജാവിന്റെ മുൻപിൽ കുമ്പിട്ടവനെ വണങ്ങിയാണ് ചെയ്യുന്നത്. You don't shout at the king in the throne room. രാജാവിന്റെ സിംഹാസനമുറി ചെന്ന് ആരെങ്കിലും ഒച്ചയുണ്ടാക്കുമോ? You shout at the king in the outer court. രാജാവിന്റെ വീടിന്റെ പ്രാകാരത്തിൽ, കൊട്ടാരത്തിന്റെ പ്രാകാരത്തിലെ ഒച്ചയുണ്ടാക്കത്തുള്ളൂ, ആർപ്പിടത്തുള്ളൂ. Now let me apply that to prayer. പ്രാർത്ഥനാ ബന്ധത്തിൽ അത് ഞാൻ അതിനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരട്ടെ. It's not wrong to have outer court prayer. വെളിയിൽ നിന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്ന ഒന്നും കുഴപ്പമല്ല. But it will never be sufficient for what God wants to do in the last day. വെളിയിൽ നിന്ന് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നതുകൊണ്ട് മാത്രം ദൈവത്തിന്റെ പ്രവർത്തനം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടത്തില്ല. In outer court prayer we come to God and we have our prayer list. വെളിയിലെ പ്രാകാരത്തിൽ നിന്നുകൊണ്ട് പ്രയർ ലിസ്റ്റ് എല്ലാം പൊക്കിയെടുത്ത് നമ്മൾ കാണിച്ചു. We make our request known to God. നമ്മുടെ ആവശ്യങ്ങളൊക്കെ കർത്താവിനോട് അറിയിക്കുന്നുണ്ട്. God, give my cousin a work visa. കർത്താവേ, എന്റെ കസിന് ഒരു വർക്ക് വിസ കൊടുക്കണം. I want a promotion on my job. എന്റെ ജോലിയിൽ എനിക്ക് ഒരു പ്രൊമോഷൻ വേണം. God, heal sister so and so. സിസ്റ്റർ സാറാമ്മയെ സൗഖ്യമാക്കണമേ. Help my son with his exams. അവന്റെ പരീക്ഷയിൽ, എന്റെ ചെറുക്കന്റെ പരീക്ഷയെ കർത്താവെ സഹായിക്കണമേ. And we're doing all this. ഇതുപോലുള്ള ലിസ്റ്റ് എല്ലാം നമ്മൾ And കൊടുക്കുന്നുണ്ട്. that's not wrong. അത് തെറ്റല്ല. But it's very much like a beggar. അതൊരു ഭിക്ഷക്കാരന്റെ പ്രാർത്ഥന പോലെ ഉള്ളൂ. Amma, amma. അമ്മ അമ്മ Amma, amma. അമ്മ എന്തായാലും തരണമേ. Give me, Lord, thank you. അമ്മ എന്തായാലും തരണമേ എന്നാ ഭിക്ഷക്കാരൻ പറയുന്നത്. Give me, Lord, thank you. കർത്താവേ, എനിക്ക് തരണമേ, നിനക്ക് നന്ദി. Like a Coke machine. Blah, blah, blah. Give me the Coke. Thank you. കോക്ക് മെഷീന്റെ അടുക്ക ചെന്ന് പൈസ ഇട്ട് കഴിഞ്ഞാൽ കൊക്കക്കോള കിട്ടും. Amma, amma. അമ്മ അമ്മ തരണമേ. A beggar. ഭിക്ഷക്കാരനും അതുപോലെ ചോദിക്കാറുണ്ട്. But you are not called to be a beggar in the നിങ്ങൾ throne ഇന്ന് room. രാത്രി ഭിക്ഷക്കാരല്ല. You have been predestined to be conformed to his image. അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കളാണ് നാം. He that hears the invitation and overcomes. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ക്ഷണം കേൾക്കുന്നവൻ ജീവിതത്തിൽ വിജയിക്കാൻ പോകുകയാണ്. Will I grant to be seated in my throne? കർത്താവിനോട് കൂടെ സിംഹാസനത്തിൽ ഇരിക്കാനുള്ള പദവിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. No longer a worker in the vineyard, but an owner. മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരനായിട്ടല്ല, മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥരായിട്ടാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. Oh, hallelujah! കൈകൾ ഉയർത്തി ദൈവത്തെ Hallelujah! കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. And when you move from being a beggar to an owner, നിങ്ങള് ഒരു ഭിക്ഷക്കാരന്റെ നിലയിൽ നിന്ന് ഉടമസ്ഥന്റെ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുമ്പോൾ, and you are seated there by Jesus, യേശുക്രിസ്തു തന്നെയാണ് നിന്നെ സിംഹാസനത്തിൽ പിടിച്ചിരുത്തിയിരിക്കുന്നത്. you hear his edicts from the throne. അവന്റെ സിംഹാസനത്തിൽ നിന്ന് അവന്റെ ഇഷ്ടം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. You hear what he has to say about the situation. നിന്റെ ജീവിതത്തിന്റെ പ്രശ്നത്തെ കുറിച്ച് ഇന്ന് രാത്രി രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുന്ന രാത്രിയാകട്ടെ. And it becomes your privilege to execute that word. ഇന്ന് രാത്രി കർത്താവ് പറഞ്ഞ വാക്ക് ജീവിതത്തിൽ അവകാശമാക്കിയെടുക്കേണ്ട രാത്രിയാണ്. As you proclaim that word in full assurance of faith from the throne. ഇന്ന് രാത്രി സിംഹാസന മുറിയിൽ നിന്ന് വരുന്ന ആ കൽപ്പന ശബ്ദം നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് വിശ്വാസമായി ഉയരട്ടെ. Hallelujah. ഹല്ലേലൂയ. Not your own mind, നിങ്ങളുടെ മനസ്സിലല്ല, but what Jesus says. യേശുക്രിസ്തു തന്നെ നിന്നിൽ കൂടെ വാക്ക് പറയട്ടെ. Some of you looking at me funny, so I'll give you one more part of this. നിങ്ങളിൽ ചിലര് എന്നോട് എന്റെ മുഖത്തോട്ട് ആകപ്പാട് ഒരു വിചിത്ര ജീവിയെ പോലെ നോക്കുന്നുണ്ട് ഇത് പറഞ്ഞപ്പോ. Daniel studied the prophecies of Jeremiah. യെരമ്യാവിന്റെ പ്രവചനം ദാനിയേൽ നോക്കി വായിച്ചു. And he discovered that after 70 years they would have an opportunity to return to 70 Jerusalem. വർഷങ്ങൾക്ക് ശേഷം യെരുശലേമിന്റെ ശൂന്യാവസ്ഥ തീരും, അവര് യെരുശലേമിൽ മടങ്ങി വരുമെന്ന് അവൻ വായിച്ചു. So he began to fast and pray for that word to be fulfilled. ആ യെരമ്യാവിന്റെ വചനം നിവൃത്തിയാകാൻ ദാനിയേൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ ആരംഭിച്ചു. To
execute the word that God had spoken. ദൈവം നിന്നോട് സംസാരിച്ച വാക്ക് നിവർത്തിയിൽ വരുവാൻ നീ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ ആരംഭിക്കുന്ന സമയമാകട്ടെ. And God came to him and gave him some of the greatest revelation of the last days. ദാനിയേലിന്റെ അടുക്കലേക്ക് കർത്താവ് ഇറങ്ങി വന്ന അന്ത്യകാലത്തെ കുറിച്ചുള്ള അതിശക്തമായ ചില വെളിപ്പാടുകൾ നൽകിയതായി He got the വായിക്കുന്നു. revelation of the 70 weeks. 70 ആഴ്ചവട്ടത്തെ കുറിച്ചുള്ള വെളിപ്പാട് ദൈവം അവന് നൽകി. Oh, hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. There are things God is wanting you to speak to. ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ വാക്കുകൾ നിങ്ങൾ സംസാരിക്കേണ്ട സന്ദർഭമാണ്. I shared with you last night about my daughter-in-law Robin and the baby Cadence. എന്റെ കഴിഞ്ഞ രാത്രി എന്റെ മകളുടെ രോഗത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ദൈവം അവളെ സൗഖ്യമാക്കിയതിനെ കുറിച്ച് പറഞ്ഞല്ലോ. How I had to receive a word from God for that situation. എന്റെ മകളുടെ രോഗത്തിന്റെ അവസ്ഥയിൽ ദൈവത്തിൽ നിന്നുള്ള ഒരു വാക്ക് എന്റെ കാതുകളിൽ As I കേൾക്കണമായിരുന്നു. delivered the word, the power of God was released and ഞാൻ executed. ദൈവത്തിന്റെ വചനം പ്രസ്താവിച്ചപ്പോൾ ദൈവശക്തി അവിടെ കൂടെ വ്യാപരിപ്പാൻ ആരംഭിച്ചു. Church, you cannot be a part of what God has in this last day without rising to this level. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതെ സഭാംഗങ്ങൾക്ക് വിശ്വാസത്തിന്റെ മണ്ഡലത്തിൽ ഈ അന്ത്യനാളുകളിൽ ഉയരാൻ സാധ്യമല്ല. Oh, hallelujah. ഹല്ലേലൂയ. I haven't finished this message yet, ഞാൻ ഇതുവരെയും എന്റെ പ്രസംഗം തീർത്തില്ല. but I think I've gone far enough tonight. ഇന്ന് രാത്രി ഞാൻ അല്പം സമയം മുന്നോട്ട് പോയി എന്ന് കരുതുന്നു. Friends, you must come to a new level of faith, a new walk in the Spirit with understanding so you can walk on purpose with God. ദൈവത്തോടുള്ള ബന്ധത്തിൽ ഉദ്ദേശത്തോടുകൂടെ നടക്കുന്ന വിശ്വാസത്തിന്റെ ഉന്നതമായ മണ്ഡലത്തിലേക്ക് ദൈവം നമ്മളെ ഇന്ന് രാത്രി നയിക്കട്ടെ. Not limited to preachers. പ്രസംഗകനിൽ മാത്രം ആ വാഗ്ദത്തം പരിമിതപ്പെടുത്തരുത്. The ordinary believer is to have this communion with God. സാധാരണ വിശ്വാസികൾക്ക് ദൈവവുമായിട്ടുള്ള ഈ കൂട്ടായ്മ ബന്ധം ശക്തമായി തീരട്ടെ. It is for you. നിനക്ക് വേണ്ടിയുള്ള വാഗ്ദത്തമാണ്. It is for you as you seek his face. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി For he is a rewarder of those that diligently seek him. ദൈവത്തെ പരമാർത്ഥതയോടെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്ന വിശ്വസ്തനായ Draw ദൈവം. near to him and he will draw near to you. ഇന്ന് രാത്രി നീ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെന്നാൽ അവൻ നിന്റെ അടുക്കലേക്ക് വരുന്നവനാണ്. Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. He's calling us up out of the earthly temporal things ഭൂമിയിലെ താൽക്കാലിക കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ ദൃഷ്ടി മാറ്റുവാൻ അവൻ ആവശ്യപ്പെടുകയാണ്. into the realm of the eternal. നിത്യതയുടെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതം നയിക്കുവാൻ നമ്മെ സമർപ്പിക്കാം. Hallelujah. ഹല്ലേലൂയ. He wants to pass the eternal through your life. ഇന്ന് രാത്രികാലം നിത്യത നിന്റെ ജീവിതത്തിൽ നൽകുവാൻ അവൻ ആഗ്രഹിക്കുന്നവനാണ്. We're so caught up in the temporal things, the visa, the promotion. പലപ്പോഴും നമ്മുടെ ജീവിതം ഭൗതിക മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലേ. It will come and it will go. അത് വരികയും അത് മാറിപ്പോകുകയും ചെയ്യും. But he wants us to enter into the eternal things. നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിതം നയിപ്പാൻ ഞാനും നിങ്ങൾ ലക്ഷ്യമാക്കണം. Hallelujah. 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 Praise the Lord. Now, I know that even since last night, കഴിഞ്ഞ രാത്രി തന്നെ ദൈവശക്തി ഇവിടെ വെളിപ്പെട്ടിട്ടുണ്ട്. that God has been speaking a word into some of your hearts. കഴിഞ്ഞ രാത്രി മുതൽ ദൈവം നിങ്ങളുടെ പലരുടെയും ഉള്ളത്തിൽ വിശ്വാസത്തിന്റെ ചില വാക്ക് സംസാരിക്കാൻ ആരംഭിച്ചു. And you started on this journey to come to full assurance of faith. ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയത്തിലേക്ക് വരുവാനുള്ള യാത്രയിലാണ് നിങ്ങൾ. If you speak that word prematurely, it does not have power. ദൈവം നിങ്ങൾക്ക് നൽകിയ വാഗ്ദത്തം സമയത്തിന് മുൻപേ സംസാരിച്ചാൽ അത് ശക്തിയായി വെളിപ്പെടുകയില്ല. It has to come out of full assurance of faith. ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയത്തിൽ നിന്ന് വിശ്വാസത്തിന്റെ വാക്ക് സംസാരിക്കുക. No inner conflict. നിങ്ങളുടെ ജീവിതത്തിലെ സംഘർഷങ്ങൾ കർത്താവ് അറിയുന്നുണ്ട്. No doubt. ഇന്ന് രാത്രി ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ സംശയിക്കരുത്. Hallelujah. ഹല്ലേലൂയ. That means we respond to the invitation. ഇന്ന് രാത്രി കർത്താവിന്റെ ക്ഷണത്തെ നാം We അനുസരിക്കുന്നവരാണ്. seek the face of the Lord. ഇന്ന് രാത്രി ദൈവമുഖം അന്വേഷിച്ചാൽ We let his Holy Spirit brood over us. ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി നിങ്ങളുടെ മേൽ അധിവസിക്കുന്ന രാത്രിയാകട്ടെ. And to bring that place, bring that word to Freddie to be born. ഇന്ന് രാത്രികാലം അന്ന് മറിയോട് പറഞ്ഞതുപോലെ ആ കുഞ്ഞ് ജാതനാകാനുള്ള ശക്തി ജീവിതത്തിലേക്ക് ദൈവം അയക്കട്ടെ. And to birth the purpose of God that'll change the region. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശത്തിന് ജന്മം കൊടുക്കുന്ന രാത്രിയായി തീരട്ടെ ഇത്. Hallelujah. ഹല്ലേലൂയ.
if you receive this invitation, ഈ ക്ഷണം നിങ്ങൾ കൈപ്പറ്റുന്നുവെങ്കിൽ it won't be the same for you any നിങ്ങളുടെ longer. ജീവിതം പഴയതുപോലെ ആയിരിക്കുകയില്ല. When you go home, the anointing will be working. ഇന്ന് in you. രാത്രി വീട്ടിലേക്ക് പോകുന്ന സമയത്തും വീട്ടിലായിരിക്കുമ്പോഴും അഭിഷേകത്തിന്റെ ശക്തി നിങ്ങളുടെ കുടുംബത്തെ വ്യത്യാസപ്പെടുത്തും. When you make that situation, it won't be the same because the anointing is working in നിങ്ങളുടെ you. ജീവിതത്തിന്റെ പ്രശ്നം ഇന്ന് രാത്രി അവന്റെ കരങ്ങളിൽ കൊടുക്കുക. പ്രശ്നം മാറട്ടെ, ദൈവപ്രവർത്തനം വെളിപ്പെടട്ടെ. To give you his word and show you the way through to his victory. ഇന്ന് രാത്രികാലം ദൈവം തന്റെ വാക്ക് നിനക്ക് നൽകിയിരിക്കുകയാണ്. നിന്റെ പ്രശ്നത്തിന്റെ മധ്യേ വിജയം ദൈവം നൽകാൻ പോകുകയാണ്. Hallelujah! ഹല്ലേലൂയ. വിശ്വാസത്താൽ കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിച്ചാണ്. Father, take your word tonight and cause it to breathe കർത്താവേ, in ഇന്ന് each one of രാത്രി us. നിന്റെ വചനം ജനത്തിന്റെ ഉള്ളത്തിലേക്ക് നൽകി ആത്മാവിന്റെ ശക്തി അവരുടെ മേൽ അധിവസിച്ചിരിക്കണം. Cause your word to take root and live in each life. ഇന്ന് രാത്രി ജനങ്ങളുടെ ജീവിതത്തിലേക്ക് വചനം വേരൂന്നി അത് ഫലം പുറപ്പെടുവിപ്പാൻ ഇടയാക്കണമേ. Give us the grace to respond to your invitation. ഇന്ന് രാത്രി നിന്റെ ക്ഷണത്തെ സ്വീകരിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. That we would rise from our level of relationship to a higher level. ഇതുവരെയുള്ള സാധാരണ ബന്ധത്തിലല്ല ഉന്നത ബന്ധത്തിലേക്ക് നീങ്ങുവാൻ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. Moving from glory to glory and faith to faith. തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് രൂപാന്തരപ്പെടുവാൻ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ഉയരുവാൻ ഇന്ന് രാത്രി കൃപ നൽകണമേ. Jesus, you have not come to condemn, but you come to bring us on. ഇന്ന് രാത്രികാലം ശിക്ഷ വിധിക്കാനല്ല, ജീവിതത്തിൽ ഞങ്ങളെ മുന്നോട്ട് നയിക്കാൻ നീ ഇറങ്ങി വന്നതിനായി You സ്തോത്രം. come to enlarge us. ഇന്ന് രാത്രി ഞങ്ങളുടെ വിശാലത നൽകുവാൻ നീ വന്നിരിക്കുന്നുവല്ലോ. You come to bring us into fulfillment. ജീവിതത്തിൽ നിവർത്തിയുടെ വാഗ്ദത്തത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. Let your word work in each life. ഇന്ന് രാത്രി നിന്റെ വചനം ജീവിതങ്ങളിൽ രൂപാന്തരം വരുത്തണമേ. We'll give you the praise for it, Jesus. കർത്താവേ, ഇന്ന് രാത്രി ചെയ്യാൻ പോകുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി Oh, പറയുന്നു. lift those hands and begin to praise the കൈകൾ Lord. ഉയർത്തി ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിച്ചു. Come on, lift your voice. കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. Lift your ശബ്ദം ഉയർത്തി voice. ദൈവത്തെ സ്തുതിക്കുക. Begin to praise him. നിങ്ങൾ ദൈവത്തെ വാ The തുറന്ന് Spirit of God is here mightily. സഹോദരങ്ങളെ, ഇന്ന് രാത്രി ആത്മാവിന്റെ ശക്തിയുടെ വ്യാപാരം ഇവിടെയുണ്ട്. The Lord wants to move upon your life. നിങ്ങളുടെ ജീവിതത്തിൽ നടകൊള്ളുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. He loves you with an everlasting love. നിത്യസ്നേഹത്താൽ അവൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുകയാണ്. He wants to speak into that place of challenge and need in your life. നിന്റെ ജീവിതത്തെ വെല്ലുവിളിക്കുന്ന പ്രശ്നങ്ങളുടെ മേൽ ഇന്ന് രാത്രി കർത്താവ് അനുഗ്രഹത്തിന്റെ വചനം സംസാരിക്കും. Every place that doesn't have the resurrection life of Jesus flowing, He wants to come. ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിച്ചിട്ടില്ലാത്ത മണ്ഡലങ്ങളിലേക്ക് പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിക്കുന്ന Bring രാത്രിയാണ്. you into Himself, into His victory. യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിതത്തിൽ അവൻ വിജയം നൽകട്ടെ. I give you praise, Lord Jesus. ഇന്ന് രാത്രി വിശ്വാസത്തോടെ നിങ്ങൾ കർത്താവിനെ സ്തോത്രം കരയറ്റുക. Confirm your word with signs following in കർത്താവേ, this. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും നിന്റെ വചനത്തെ ഉറപ്പാക്കണമേ. Glory to your name, Jesus. അവിടുത്തെ നാമത്തിന് ഞങ്ങൾ മഹത്വം കരയറ്റുന്നു. Glory to your name. ഞങ്ങൾ അവിടുത്തെ നാമത്തിന് മഹത്വം We കരയറ്റുന്നു. worship you, Jesus. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു We യേശുവേ. magnify you. ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിച്ചാണ്. We glorify ഞങ്ങൾ വായ് you. തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ Lord, you're ആരംഭിച്ചാണ്. worthy to be ഞങ്ങൾ praised, അവിടുത്തെ നാമത്തിന് മഹത്വം to കരയറ്റുന്നു. receive glory and honor. സ്തുതിക്ക് യോഗ്യനാണ്. Lord, be മഹത്വത്തിന് glorified in our യോഗ്യനാണ്. lives. ആരാധനയ്ക്ക് യോഗ്യനാണ്. Be glorified in your church. ഞങ്ങൾ അവിടുത്തെ നാമത്തെ സ്തുതിക്കുന്നു. Jesus. യേശുവിന് മഹത്വം. Jesus. യേശുവിന് മഹത്വം. Jesus. യേശുവേ, We're hungry for you. നിനക്ക് വേണ്ടി ഞങ്ങൾ ദാഹിക്കുന്നു. We're hungry for your Holy Spirit. പരിശുദ്ധാത്മാവിന് വേണ്ടി ഞങ്ങൾ ദാഹിക്കുന്നു. Jesus. അവിടുത്തെ ശക്തി ഞങ്ങൾക്കായി Fill വെളിപ്പെടുത്തണം. us, Lord Jesus. അവിടുത്തെ ശക്തി ഞങ്ങൾക്കായി വെളിപ്പെടുത്തണം. Fill us with your presence. അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങളെ Your നിറയ്ക്കണമേ. manifest presence in our life. അവിടുത്തെ സാന്നിധ്യം വ്യക്തമായ നിലയിൽ ഇന്ന് രാത്രി ജീവിതത്തിൽ ദൈവം നിങ്ങൾക്കായി വെളിപ്പെടുത്തട്ടെ. Fill us, Lord Jesus. യേശുവേ, അവിടുത്തെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. I thank you, Lord. കർത്താവേ, നീ ചെയ്യുവാൻ പോകുന്നതിനായി സ്തോത്രം. I thank you, Lord Jesus. കർത്താവേ, അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ.